ശരിക്കും പഠിക്കാൻ കഴിയാതാവുന്നതിനെ കുറിച്ച് ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ തലച്ചോറിൻ്റെ പരിമിതികളാവാം, സാഹചര്യത്തിൻ്റെ പരിമിതികളാവാം, റൈറ്റ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ തൻ്റെ ചുറ്റുപാടിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാവാം, പലതും ഉണ്ട്. പക്ഷെ കുട്ടികളുടെ ഒരു ദുരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പാരൻസ് എന്താണോ ഇതിന് കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പറയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അവർ വേണ്ട രീതിയിൽ തിരിച്ചു പറയാൻ പറ്റാത്തപ്പോൾ അല്ലെങ്കിൽ അവർ തെറ്റിക്കുമ്പോഴൊക്കെ തിരിച്ചു വരുന്ന കമൻസ് ആയിരിക്കും അവർ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അതിലധികവും വരും എന്താ, നീ എന്താ ശ്രദ്ധിക്കാത്തത്, നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നിട്ടും നീ പഠിക്കുന്നില്ലല്ലോ, നീ ക്ലാസ്സിൽ എന്താ ചെയ്യണേ, വെറുതെ തിരിഞ്ഞു കളിക്കുകയാണോ, ഇങ്ങനെ പല കാര്യങ്ങളും പറയും അല്ലേ? ചിലപ്പോൾ തല്ലുക വരെ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, പല രീതിയിൽ കുറ്റപ്പെടുത്താം. ഇങ്ങനെ പല റീസൺസും, ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള റീസൺസ് അപ്പുറത്ത് ഉണ്ടായിട്ടും ഈ പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ പാരൻസ് എന്തുകൊണ്ടാണ് ഈ പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ എല്ലാവിധ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ ലൈഫിൽ ഒരു കാര്യമില്ലാതെ ഉണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റീസും ഇമോഷണൽ ഇഷ്യൂസും ചെറുതൊന്നുമല്ല പലപ്പോഴും.